അതല്ലാതെ പ്രിയ നമ്മുടെ ട്രിപ്പ് അനൗൺസ്മെന്റ് ഈ വ്ളോഗിലാണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിന്റെ കാര്യം, അപ്പൊ എല്ലാം കൂടെ ഒരു അടിപൊളി വ്ളോഗ്. ഈ റൂം ഇസ് ഇൻ എ ഡിഫറെന്റ് ലെവൽ. പ്രിയയുടെ ലൈവ് റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ബാത്റൂമിലാണ്. बादाम गुलकंद, काजू पिस्ता रोल, ड्राई फ्रूट हलवा, काजू कतली, घी मैसूर पाक, चॉकलेट घी मैसूर पाक, मोतीचूर लड्डू, बालसाई, बेसन की लड्डू, शाही टुकड़ा, मलाई सैंडविच, काजू की कतरी एंड रसगुल्ला. ഇതാണ് ഇവിടുത്തെ ഡെസേർട്ട് കൗണ്ടർ. ഗായ്സ്, അപ്പൊ നമ്മുടെ ട്രിപ്പ് റിവീൽ ആണ്. നിങ്ങൾ എല്ലാരും ഗസ് ചെയ്ത സ്ഥലം ഭൂരിപക്ഷം കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് പോകുന്നത് എങ്ങോട്ടാ പ്രിയ? ഹായ് ഗായ്സ്, ഹാപ്പി ദിവാലി. ഈ ഒരു ദിവാലിയിൽ വ്ളോഗ് മാത്രമായിരിക്കില്ല, കുറച്ച് അനൗൺസ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ട്രിപ്പ് കൺഫേംഡ് ആയിട്ടുണ്ട്. അതല്ലാതെ വേറെ കുറച്ച് അടിപൊളി ഗുഡ് ന്യൂസുകൾ അനൗൺസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള ദിവാലി സെലിബ്രേഷൻ ചെറുതായിട്ട് വീട്ടിൽ നടന്നു, പക്ഷേ എല്ലാവരും ബിസിയാണ്, ഷൂട്ടിങ്ങിലൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ദീപാവലി ഒരുപാട് ഫാമിലീസൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു ന്യൂക്ലിയർ ഫാമിലി, അച്ഛനും അച്ഛനും അമ്മയും മക്കളും, അങ്ങനെ ഒരു ചെറിയൊരു ഫാമിലി സെലിബ്രേഷൻ അത് നമുക്കും ഇത്തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എസ്പെഷ്യലി ഞങ്ങളുടെ കുവൈറ്റിലൊക്കെ ഉള്ള കാലത്ത് എപ്പോഴും അങ്ങനെയായിരുന്നു, ഞാനും അച്ഛനും അമ്മയും, അതായിരുന്നു ഞങ്ങളുടെ ദീപാവലി. സോ ആ ഒരു ഫീലിന് വേണ്ടി നമ്മളിപ്പോൾ മെറിഡിയനിലാണ്. മെറിഡിയനിൽ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞ പാക്കേജ് എടുത്തിരിക്കുവാണ്. റേറ്റ്സൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഇവിടെ ഇന്ന് ദിവാലി സ്പെഷ്യൽ ഡിന്നറും ഉണ്ട്. പിന്നെ നിങ്ങളൊന്ന് ഗസ് ചെയ്യണം, നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നമ്മൾ ലുലുന്ന് വാങ്ങിയ ഡ്രസ്സുകളുടെ കാര്യം, ആ ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും നമ്മൾ ദിവാലി ഡിന്നറിന് വരുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. ഇവിടുത്തെ ഫുഡ് ഇപ്പോൾ വേറെ ലെവലായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എനിക്കൊന്നും അവർ പുതിയ ഷെഫിനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, മെനു റീവാമ്പ് ചെയ്തിട്ടുണ്ട്. സോ ഫുഡ് ഇസ് ഗോയിങ് ടു ബി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യുക, ലഞ്ച് കഴിക്കുക, ആൻഡ് ദെൻ പ്രിപ്പയർ ഫോർ ദ ഗ്രാൻഡ് ഡിന്നർ, ദിവാലി ഡിന്നർ, ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ്. നമ്മുടെ ഒരു ഫാമിലി ദിവാലി സെലിബ്രേഷൻ കഴിഞ്ഞു. ഇത് വെറുതെ നമുക്ക് വേണ്ടി ഒരു സ്റ്റേക്കേഷൻ ദിവാലി അല്ലേ? ഹാപ്പി ദിവാലി. വേദിന് ആനേനെ കണ്ടു കണ്ടോ? ഇത് എവിടെ പോലെ ആനയുണ്ട്. അതല്ലാതെ പ്രിയ നമ്മുടെ ട്രിപ്പ് അനൗൺസ്മെന്റ് ഈ വ്ളോഗിലാണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിന്റെ കാര്യം, അപ്പൊ എല്ലാം കൂടെ ഒരു അടിപൊളി വ്ളോഗായിരിക്കും. ഞാൻ വേഗം പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. അപ്പോൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. പക്ഷേ ഇവരുടെ ലോബി ഇത് അടിപൊളി ലോബിയാണ്, ഭയങ്കര ഒരു ഓപ്പൺനെസ് ആണ്. പിന്നെ നേരെ നമുക്ക് റെസ്റ്റോറൻറ്റ് അവർ വെളിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൊറോണ കാരണം അവർ മാക്സിമം ഓപ്പൺ എയറിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു ബാലി ഫീലൊക്കെയാണ് ശരിക്കും ഇവിടെ ഒന്ന് കഴിക്കുമ്പോൾ. വെറാൻഡ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല ഓപ്പൺ ഫീൽ അല്ലേ? ഇതും കണ്ട് ഇതൊരു മെറിഡിയൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സിറ്റി ഹോട്ടലാണെങ്കിലും നല്ല ഒരുപാട് ഓപ്പൺ സ്പേസ് ഉണ്ട്. പിന്നെ പൂള് നമ്മൾ മിസ് ചെയ്യുന്നു, പൂള് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ വേദൊരു സാധനം കണ്ടു. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേദന എന്നെ പോയി കാണണം എന്ന്. എന്താ ഇത് കണ്ട? അത് ഗൂസാണ്. ഓടാൻ റെഡി ആയിക്കോ, ചിലപ്പോൾ നമ്മളെ പുറകെ ഓടി വരും കൊത്താനായിട്ട്. കണ്ടോ? എന്താ വേദു അത്? നമ്മളെ നോക്കുന്നുണ്ട്. പിടിച്ചോന്നോ, വേദുവിനെ പിടിച്ചോ. എന്താ ഇവിടെ ഊഞ്ഞാലുണ്ട്, സ്ലൈഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് വൈകുന്നേരം വരാം വേദു. ഇതാണ് നമുക്ക് ഏറ്റവും വിഷമം വേദു. പൂൾ ഇസ് ക്ലോസ്. വേദുവിൻ്റെ അറ്റൻഷൻ ഫുൾ ആ ഡക്കിലേക്കാണ്. എന്താ ഡക്ക്? ഇവിടെ ഈ ഡക്ക് ഫുഡ് കഴിക്കുവാണ്. വേദു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡക്ക്, ഇവിടുത്തെ ഡക്ക് എന്താ കഴിക്കുന്നതെന്ന് അറിയോ? ബട്ടർ നാൻ ഇട്ട് കൊടുത്തു ഇവിടുത്തെ ഷെഫ്. ഇപ്പോൾ വേദു കണ്ട ഡക്ക് ഗുഡ് ഡക്കായിട്ട് ബട്ടർ നാൻ കഴിക്കുന്ന കണ്ട. ഗൈസ്, അപ്പോൾ ലഞ്ച് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓൺലൈൻ ട്യൂഷൻ സെൻറ്റർ എനിക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇറ്റ് ബി വെരി ഹെൽപ്ഫുൾ. IELTS ആൻഡ് PT കോച്ചിങ് ആണ്. IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എബ്രോഡ് രാജ്യങ്ങളിൽ, UK, ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ, അവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം. അതിനുവേണ്ടിയാണ് ഈ IELTS. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ കോച്ചിങ് എടുക്കുന്ന ഒരു ഫോക്കസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് എൻ്റെ ഫ്രണ്ട് അരുൺ. ആൻഡ്
അവിടെ നിങ്ങൾക്ക് ഇപ്പം എസ്പെഷ്യലി ഇപ്പം ഒരുപാട് പേർക്ക് വെളിയിൽ പോകണം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കി ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ. ഇപ്പം മിഡിൽ ഈസ്റ്റിനൊക്കെ കാട്ടി കൂടുതൽ നോക്കുന്നത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് ആണ്. ആ വെസ്റ്റേൺ കൺട്രീസിൽ വിച്ച് ഐ പേഴ്സണലി ഫീൽ ഈസ് ബെസ്റ്റ് കൺട്രി ടു ഗോ ഇസ് കാനഡ. കാരണം ഇപ്പോൾ കാനഡയിൽ പുതിയ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഈ വർഷം ഈ കൊറോണയൊക്കെ കാരണം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം എമിഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ തവണ ഒരുപാട് വർക്ക് ഫോഴ്സിനെ നോക്കുന്നുണ്ട്. ദി ആർ ഗിവിംഗ് ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് കാനഡ ഇസ് ആൻ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ് ഇൻ. നല്ല ക്വാളിറ്റി ഓഫ് ലിവിംഗ് ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്, നല്ല ശമ്പളം കിട്ടും. സോ അവിടെ പോകണമെങ്കിൽ നിങ്ങൾ ഈ IELTS കോഴ്സ് പാസ്സാവണം. മിക്കവർക്കും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ച്. സോ അത് പാസ്സാവണമെങ്കിൽ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ പോകണം. ഐ എം ഷുവർ നിങ്ങൾ അരുണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് പാസ്സാവുന്നു. കാരണം നിങ്ങൾ പാസ്സാക്കിയിട്ടേ പുള്ളി അടങ്ങുള്ളൂ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇന്ന ഇൻഫർമേഷൻ വേണമെങ്കിൽ അരുണിനെ കോൺടാക്ട് ചെയ്യുക. ഫോക്കസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. ആൻഡ് OHF മെൻഷൻ ചെയ്ത 100%, ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്, 100% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ അരുൺ എൻ്റെ ഇടി കിട്ടും. അതുമാത്രമല്ല ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോകേണ്ടവർക്ക് PT കോച്ചിങ് വേണമെങ്കിൽ അതും അരുൺ ഫോക്കസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. സോ IELTS PT ഏത് വേണമെങ്കിലും നിങ്ങൾ ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ അരുണിനെ കോൺടാക്ട് ചെയ്താൽ മതി. നേരിട്ട് അരുണിൻ്റെ നമ്പർ ആയിരിക്കും തരുന്നത്. ആൻഡ് ഹിൽ എക്സാക്ട്ലി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ പ്രോസസ്. ഞാനിപ്പോൾ ദീപാവലിയുടെ ഫസ്റ്റ് മീല് ഞാൻ മെനുവിൽ കണ്ടപ്പോൾ എനിക്ക് കൊതിയായിപ്പോയി. ഞാൻ ഓർഡർ ചെയ്യുന്നത് കൊത്തു പൊറോട്ടയാണ്. നല്ല വലിയ ബീഫ് പീസസും ടൊമാറ്റോസും അതിൻ്റെ സൈഡിൽ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊത്തു പൊറോട്ട എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ പ്രിയ ഓർഡർ ചെയ്തത്. പ്രിയയുടെ ഫേവറേറ്റ് മട്ടൻ ബിരിയാണിയാണ്. എങ്ങനെയുണ്ട് ബിരിയാണി? ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഈ മട്ടൻ്റെ പീസ് ഒന്ന് എടുത്ത് കാണിച്ച് അതിൻ്റെ സൈസ് തന്നെ കണ്ട് അതിൻ്റെ അകത്തെ കളറും അതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അകത്ത് ഫുൾ പിങ്കാണ്. പ്രിയയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി അതിൻ്റെ കൂടെ ഈ കട്ട തൈരും ഉണ്ട്. പെർഫെക്റ്റ് അല്ലേ? പപ്പടം ഉണ്ട്. അപ്പോൾ ദീപാവലിയുടെ തുടക്കം അടിപൊളിയായല്ലോ. ഓ അടിപൊളി തുടക്കം ദീപാവലിയുടെ. കൊത്തു പൊറോട്ടയ്ക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ബീഫിൻ്റെ വലിയ വലിയ പീസസ്, നല്ലൊരു ബീഫ് റോസ്റ്റിൽ കുറച്ച് പൊറോട്ട ഇട്ടിരിക്കുന്നു, സവാള, ഇത് കരിയേപ്പില, പിന്നെ മെയിൻ സാധനം ടൊമാറ്റോ എല്ലാം കൂടെ ഇട്ട് വരട്ടി അങ്ങ് എടുത്ത്. വലിയ സ്പൈസി അല്ല, ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 5 സ്റ്റാർ ഹോട്ടൽസിൽ വെച്ച് മെറിഡിയൻ അത്ര എക്സ്പെൻസീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പം ഇത് തന്നെ ഏകദേശം 350 റുപ്പീസ് അങ്ങാണ്ടേ ഉള്ളൂ. ഇറ്റ് ഇസ് സോ അഫോർഡബിൾ. കാരണം ഇത് 2 പേർക്ക് കഴിക്കാവുന്നുണ്ട്. പ്ലസ് ഇറ്റ്സ് എ 5 സ്റ്റാർ ഹോട്ടൽ ആൻഡ് ലവ്ലി ആംബിയൻസ് ആൻഡ് ലവ്ലി ഫുഡ് വിത്ത് ഗുഡ് ഇൻഗ്രീഡിയൻസ് ഓൾസോ. അടിപൊളിയാണ്. നാരങ്ങ ഞാൻ ഇടാൻ മറന്നുപോയി. അതും കൂടെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഈ നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് ദിവാലി. അല്ലെങ്കിൽ ദിവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ല ഫുഡ് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ കൊത്തു പൊറോട്ട ഫുൾ ക്ലീനായി. പക്ഷേ എനിക്ക് പ്രിയ ബിരിയാണി കഴിക്കുന്ന കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബിരിയാണിയും കൂടെ സെർവ് ചെയ്യുകയാണ്. എസ്പെഷ്യലി ഈ മട്ടൻ പീസസിൻ്റെ ഒരു ക്വാളിറ്റി, ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. മട്ടൻ പീസിൻ്റെ ക്വാളിറ്റി കണ്ടറിയാൻ പറ്റും. കാണുന്ന മുമ്പേ ഞാൻ, അല്ലെങ്കിൽ കൈവച്ച് തൊടുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ പിങ്ക് ആയിരിക്കും ഇതിൻ്റെ അകന്ന്. കണ്ട തൊടുന്നതിന് മുമ്പ് പൊളിഞ്ഞു വരുവാണ്. ഇറ്റ്സ് സോ സോഫ്റ്റ്, സോ സോഫ്റ്റ്. ഇതിനപ്പുറം മട്ടൻ കനോട്ട് ബി കുക്ക് പെർഫെക്റ്റ്ലി. സോ ദിസ് ഇസ് ഗോയിങ് ടു ടേസ്റ്റ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഞാൻ ഇന്നൊരു അഭിപ്രായം പറയുന്നില്ല. കാണുമ്പോൾ തന്നെ ചില ഫുഡിനൊക്കെ നമുക്ക് ക്വാളിറ്റിയും അല്ലെങ്കിൽ ടേസ്റ്റും അറിയാൻ പറ്റും. ഇത് അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. പ്രിയ ബിരിയാണിയൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയി കിടന്നാൽ മതി എന്നാണല്ലേ. എന്തൊരു ഫുഡായിരുന്നു പ്രിയ. ഇനി രാത്രി ദിവാലി ഡിന്നർ ഉണ്ട്, പ്രിയാസ് റൂം ടൂർ ഉണ്ട്, പിന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ട്, ഡ്രസ് റിവീലുണ്ട്. എന്തൊക്കെ കിടക്കുന്നു ഇനി. ലെഫ്റ്റ് അല്ല, സോറി റൈറ്റ്. ഇവിടെ ലോസ് ആവാൻ ഒരുപാട് സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകാൻ നല്ല ലോബി അല്ലേ. അതുമാത്രമല്ല ലോബിയിൽ നേരെ കയറി വരുന്നുണ്ട് ഓപ്പൺ റെസ്റ്റോറൻറ്റിലേക്കാണ്. അത് നല്ല രസമുണ്ട്. പൂള് പക്ഷെ ഇപ്പോൾ ഓപ്പൺ അല്ല, എന്ത് ചെയ്യാനാ. ഗൈസ് ഞാൻ റൂമിൻ്റെ അകത്ത് കയറി കണ്ടു. ഐ എം ആബ്സല്യൂട്ട്ലി സ്റ്റണ്ട്. ഈ റൂം ഇസ് ഇൻ എ ഡിഫറെന്റ് ലെവൽ. ഞാൻ സത്യമായിട്ടും പ്രിയനെ ഈ റൂമിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല, വേദുവിനെയും കയറ്റിയിട്ടില്ല. അങ്ങനെ ലഗേജ് അവർ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പ്രിയയുടെ ലൈവ് റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം, ലൈവ് റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എൻ്റെ നറേഷനും കാണും. പക്ഷേ ദിസ് ഇസ് അമേസിങ്. വി ആർ ഹാവിങ് എ റിയലി ഹാപ്പി ദിവാലി. പ്രിയ
എപ്പോഴും നമ്മൾ അകത്ത് കയറി ഒരു റൗണ്ട് എടുത്തിട്ടാണ്. സോറി, ഭയങ്കര എക്സൈറ്റ്മെന്റ് കാരണം എനിക്ക് തുമ്മൽ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അകത്ത് കയറണ്ട, നമുക്ക് ലൈവ് റിയാക്ഷൻ എടുക്കാം. ഓക്കെ, അത് വേണ്ട, വാ വാ വാ. വേദുവിനെ അവിടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ നോക്കിയോളും. വന്നോ. This is the room. Start with the wardrobe, please. Wardrobe-ൽ തുടങ്ങിക്കോളൂ. അത് ബാത്റൂമിലാണ്. I want to go there. This is. So welcome to Priya's room tour. Hello, hi, welcome to Priya's room tour. ഞങ്ങളിപ്പോ ലീ മെറിഡിയനിലാണ്. ഇത് അവരുടെ എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂം ആണ്. അതെ, എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂം ആണ്. റൂം ടൂർ കാണിച്ചത് എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് നമ്മളുടെ വാർഡ്രോബ്, ഹ്യൂജ് ബിഗ് ഓട്ടോമാറ്റിക് ലൈറ്റ് അപ്പ് ആണ്. തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ലൈറ്റ് ആവും. ലോക്കർ എല്ലാം ഉണ്ട്. ഇറ്റ്സ് എക്സ്ട്രീംലി സ്പേഷ്യസ്. ഒരാഴ്ചത്തെ ഡ്രസ് വെക്കാനുള്ള സ്ഥലമുണ്ട്. And then comes നമ്മുടെ luggage space ഉണ്ട്. luggage വെക്കാൻ. പക്ഷേ this is so premium, no? നമ്മൾ ആക്ച്വലി പോകുന്ന സ്ഥലത്തിന്റെ ഒരു തീമാണ് ഇത്, അല്ലേ? അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? നേരെ അങ്ങോട്ട് പോവാ. What is this? Oh my God. Look at this. Look at this. Oh എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. നമുക്ക് ഈ വർക്ക് ഡെസ്കിന് തുടങ്ങാം. ആക്ച്വലി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ലുക്ക് അറ്റ് ദ മിനി ബാർ കൗണ്ടർ, അല്ലേ? ഒരുപാട് എലിമെന്റ്സ് കാണിക്കാനുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ലക്ഷറി മീറ്റ്സ് റോയൽറ്റി, ആ ഒരു തീമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡിഫറെന്റ്, ഒരു വേറെ ലെവലാണ് മിനി ബാർ. ഒന്ന് തുറന്നു നോക്കാം. എനിക്കൊന്ന് കോവിഡ് കാരണം ഇപ്പൊ അവർക്ക് ഫ്രിഡ്ജ് ഒന്നും സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോ ഇഷ്യൂസ്. പക്ഷെ അതൊക്കെ ഉണ്ട്. ഭയങ്കര എസ്തെറ്റിക് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഓ, ഐ ലവ് ദ പെയിന്റിംഗ്. ഇവിടെ എന്റെ ആന, വേദു ആനനെ കാണും. ഇവിടെ വേദു ആന എന്തോ കണക്ഷൻ ഉണ്ട്. അതെ. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഇറ്റ്സ് എക്സ്ട്രീംലി ഹെവി. സോ ഇത് എനിക്ക് ടീക്കോ ഏതെങ്കിലും ഒരു ഹെവി സാധനം വെച്ചായിരിക്കും ചെയ്തിരിക്കുന്നത്. എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. പ്ലൈവുഡ് ഒന്നും അല്ല. ഇതൊക്കെയാണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമ്മൾ എപ്പോഴും വീണ്ടും എടുക്കുന്നത്. ആ റൂഫ് കണ്ട, ഇതിന്റെ മുകളിലുള്ള റൂഫ്, വർക്ക് ഏരിയയുടെ മുകളിലുള്ള റൂഫ് വേറൊരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസൈൻ പാറ്റേൺ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടിപൊളി. ഇവിടുത്തെ റൂഫ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. രാത്രി കാണിച്ചുതരാം കേട്ടോ. ഇൻഡിവിജ്വൽ LED എലിമെന്റ്സ് ഉണ്ട്. രാത്രി ഇറ്റ് വിൽ ബി ലൈക്ക് രാത്രി എടുത്ത് കാണിച്ചുതരാം. ഇറ്റ് വിൽ ബി ലൈക്ക് സ്ലീപ്പിംഗ് അണ്ടർ ദ സ്റ്റാർസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ സോഫ സെറ്റ്. പ്രിയ എല്ലാം മറന്നു. ഇത് ഞാൻ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ സോഫ സെറ്റ് ഉണ്ട്. കംഫർട്ടബിൾ ആണ്. എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്. അതെ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്പേസ്. ദിവാൻ ഉണ്ട്. ഇവിടെ ദിവാൻ ഉണ്ട്. ഒരു വലിയ ടിവി which we are never going to use. പിന്നെ വ്യൂ എന്തായിരിക്കും ഒന്ന് നോക്കിക്കേ. പ്രിയ ബാൽക്കണി. ആ ബെഡ് ഉണ്ട്. ഓക്കെ. ഓ, ഇത് ആ ബാക്കിലത്തെ സാധനമൊക്കെ നോക്ക്. എന്തൊരു എസ്തെറ്റിക് അല്ലേ? ഭയങ്കര അടിപൊളി ലൈറ്റിംഗ്. This is unbelievable. ആൻഡ് ഇവിടെയും കണ്ട ബോൾ. അതെന്താ ടെക്സ്ചർ എന്താ ശരിക്കും? ഇത് ശരിക്കും നമ്മൾ ഔട്ട്ഡോർ വെക്കുന്ന ടൈൽ പോലെ. ശരിക്കും കരിങ്കല്ലാന്ന് തോന്നുന്നു കേട്ടോ. ടൈലാ. ഓ, സൂപ്പർ സൂപ്പർ. ഫ്ലോർ ഓൾസോ വുഡൻ ഫ്ലോർ. പിന്നെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ. സിറ്റിംഗ് ഏരിയ. നോ കം ഓൺ കം ഓൺ. വ്യൂ 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 വ്യൂ. Whoa! Oh my God! See the view? അടിപൊളി. ഇറ്റ്സ് എ ബിഗ് ബാൽക്കണി ഓൾസോ. ഇതാണ്ട വലിയൊരു ബാൽക്കണിയാണ്. അതെ. നമുക്ക് ഇവിടുന്ന് ഈവനിങ് കോഫി കുടിക്കാൻ പറ്റിയ സ്ഥലം. അതെ. നമുക്ക് നടക്കാൻ ഈവനിങ് വേദുവൊക്കെ ആയിട്ട് നടക്കാനും കുറെ സ്ഥലമുണ്ട്. സോ ഈവനിങ് വേദുവിനെ എന്തായാലും നമുക്ക് കുറച്ച് എന്റർടൈൻ ചെയ്യാൻ പറ്റും. ബാക്കി ബാക്ക് ടു റൂം 2 കയറിക്കോളൂ. നല്ല ഭംഗിയുണ്ടല്ലേ? So spacious. The room is so spacious. ഇനി നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോ. Bathroom. Come. എങ്ങനെയായിരിക്കും? ഇത്രയും സ്പേഷ്യസ് ആയിരിക്കും നോക്കാം. Oh my God! It's a jacuzzi tub. A huge jacuzzi bathtub. ഇന്ന് നമ്മുടെ ഹോൾ ഡേ ഇവിടെ ആയിരിക്കും. ദിവാളിയും ബാത്ത് ടബ് ആയി പോകും.
ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഷവർ ഏരിയ, ഫുള്ളി വുഡ് ഫിനിഷ് വന്നുകൊണ്ട് ശരിക്കും റോയൽ ഫീൽ ആണ്. വേറെ ഫീൽ, യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ ഇൻ എ സ്റ്റാർ ഹോട്ടൽ, യു ഫീൽ ലൈക്ക് യു ആർ ഇൻ എ പാലസ്. അതല്ലാതെ ഹൈ എൻഡ് ടോയ്ലറ്ററീസ് ഉണ്ട്. ഇനാര എന്ന് പറയുന്ന ഒരു എക്സ്ട്രീംലി എക്സ്പെൻസീവ് ബ്രാൻഡാണ്. എവറിത്തിങ്, ഈവൻ അവരുടെ ഫിറ്റിംഗ്സും എല്ലാത്തിനും ഭയങ്കര ക്വാളിറ്റി. 3 കണ്ണാടി, 3 ആംഗിളിൽ നിന്ന് നോക്കാൻ, ഷേവിംഗ് മിറർ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഹൈലൈറ്റ് അല്ലേ, എവറിത്തിങ്. ഇതുകൊണ്ടാണ് ദില്ലു എന്നോട് ആദ്യം വന്നിട്ട് ഇപ്പൊ വരണ്ടെന്ന് പറയുന്നത്. ഈവൻ ഇതൊക്കെ കണ്ട ക്ലോത്ത് ഹാങ്ങേഴ്സിലെ ഗോൾഡ് ഒക്കെ വരുമ്പോ ആ ഒരു റോയൽ ഫീൽ ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. യോ, ഇവിടുന്ന് നേരെ നമുക്കൊരു വിൻഡോ ഉണ്ട്, ഒന്ന് നോക്ക്. ടബിൽ ഇറങ്ങി നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. എന്തൊരു ഡിസൈൻ അല്ല റൂമിന്റെ, അടിപൊളി. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് വന്നാൽ മതി. ടോയ്ലറ്റ് നീ കറങ്ങി വന്നോ, ഞാൻ അപ്പോഴേക്കും ടോയ്ലറ്റ് കൂടെ കാണിച്ചിട്ട് വരാം. അതുപോലെ തന്നെ ടോയ്ലറ്റ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. അവിടെ വെരി എസ്തെറ്റിക്, കണ്ട പാർട്ടീഷൻ ഒക്കെ വെരി എസ്തെറ്റിക്. ഈവൻ മുകളിലത്തെ റൂഫിൽ വരെ അവർ ആ ഒരു ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് so spacious. Yeah, there's a beautiful toilet also. Bathroom തന്നെ actually ഒരു ബെഡ്റൂമിന്റെ അത്രയും സ്പേസ് ഉണ്ട്. അതെ, വലിയ മിറർ ഉണ്ട്, ഇഷ്ടംമാതിരി മിറർ ഉണ്ട്. Nice, like amazing, stunning. Okay, അപ്പോൾ പ്രിയ റൂം ടൂർ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി പ്രിയ റൂം ടൂർ ശരിക്കും ദില്ലൂസ് റൂം ടൂർ ആയിരുന്നു. ഇവിടെ പ്രിയ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ, ഇതും കൂടെ ഇരുന്നോ, കുറച്ചു നേരം ഇരുന്നോ. കണ്ട് ഇരുന്ന് എല്ലാം കഴിഞ്ഞ് ഇരുന്ന് പോയി. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. ഇറ്റ് ഈസ് ലൈക്ക് എനിക്കൊരു ഷോക്കാണ് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ. ഇറ്റ്സ് ടു ഗുഡ്, ഇറ്റ്സ് സ്റ്റണ്ണിങ്. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് റൂം എന്തായാലും കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ട് അടുത്ത വീഡിയോ എടുത്താൽ മതി. കട്ട് ചെയ്തോ. വേദു is too excited, too happy. റൂം ടൂർ ഇനി കുറച്ചാൾ കഴിയുമ്പോൾ വേദൂസ് റൂം ടൂർ ആയിരിക്കും. എന്തൊരു അടിപൊളിയല്ലേ പ്രിയ. എനിക്ക് ഇപ്പോഴും നമ്മളൊരു 15-20 അരമണിക്കൂറായി കാണും അല്ലെ റൂമിൽ കയറിയിട്ട്, പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഒരു ഓഫ് ഫാക്ടർ മാറുന്നില്ല. ദിസ് ഇസ് സ്റ്റണ്ണിങ് സ്റ്റണ്ണിങ് സ്റ്റണ്ണിങ്. കാരണം ഇറ്റ്സ് ആക്ച്വലി റോയൽറ്റി മീറ്റ്സ് ലക്ഷറി എന്നുള്ള രീതിയാണ്. ആ വേദു ഡാൻസ് 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 ഡാൻസ്. ഇഷ്ടം മാതിരി സ്ഥലമുണ്ട് പ്രിയ. വേദു കാണാതെ ഡോർ അടച്ചോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറും. അത് കണ്ട, വേദു ഓൾറെഡി ഇത് കണ്ടുപിടിച്ചു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒളിച്ചു വെക്കാൻ നോക്കിയതാ. വേദു ഓൾറെഡി ടബിന്റെ അകത്താണ്. ഇനി ഇതിന് ഇറങ്ങുന്നതായിരിക്കില്ല വേദു പോയി അല്ലേ. ഒരു കോഫി കുടിക്കുമ്പോ AC അകത്ത് കുടിക്കണമെങ്കിലും ദിസ് ഈസ് ഓൾസോ സോ നൈസ്. വാവ്. അപ്പൊ ഇവിടെ ഇരുന്ന് കോഫിയും കുടിച്ചോണ്ട് AC കംഫർട്ടിൽ ഇരുന്ന് വ്യൂവും കാണാം അല്ലേ. ഇത് വേറൊരു ലെവൽ കുളിയായിരിക്കും. ജക്കൂസിയില് ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് നേരെ വ്യൂ കണ്ടോണ്ട് തന്നെ ഇരിക്കുവാണ്. അങ്ങനെ എഴുന്നേറ്റ് വേദുമോൻ. പക്ഷെ ബെഡിന്ന് എഴുന്നേക്കാൻ ഒരു മടി. നമ്മളെല്ലാരും അങ്ങനെയല്ലേ, ഉറക്കത്തിൽ എഴുന്നേറ്റാലും കുറച്ചായിരുന്നു ബെഡിൽ വെറുതെ ഒന്ന് ഞെളിഞ്ഞൊക്കെ കിടക്കണം അല്ലേ വേദു. കിടന്നോ കേട്ടാ. എന്നിട്ട് നമുക്ക് പുതിയ ഡ്രസ് ഇടണം, ദിവാലി ഫുഡ് കഴിക്കണം. കണ്ണൊക്കെ അടഞ്ഞു പോന്നു വേദുവിന്, എഴുന്നേക്കാൻ വയ്യ. റെഡി ആവണ്ടേ? ഇല്ല, വേദു ഉറങ്ങിപ്പോയി, വീണ്ടും ഉറങ്ങി. കൂർക്കം വലിക്കുന്നു കണ്ടോ. Once again, this room is so amazing. വേദു പ്രിയ ബാത്റൂമിലാണ്, വേഗം റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നെങ്കിലും ലേറ്റ് ആവാൻ പാടില്ല, കാരണം മിസ് ആവുമ്പോ ഒന്ന് ദിവാലി ഡിന്നർ ആയിരിക്കും. അതാണ് നമ്മുടെ മെയിൻ. അതേ ഹാപ്പി പോയി നിൽക്കുന്ന അവിടെ നിന്ന്. ഇറങ്ങേണ്ട വേദു നമുക്ക് ബാത്ത് ടബില് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങാം കേട്ടാ. ഓ പ്രിയ പ്ലീസ് ഇന്ന് ലേറ്റ് ആവരുത്. ഇന്ന് നമുക്ക് ഡിന്നർ ആണ്, ദിവാലി ഡിന്നർ. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത് തന്നെ. ബാത്റൂം 3 കണ്ണാടി, ഏത് ആംഗിളിൽ ആണെങ്കിലും നോക്കാം. എനിക്ക് കൺഫ്യൂഷൻ, ഇവിടെ നോക്കണം അവിടെ നോക്കണം, ഏത് മിററിൽ ചെയ്യണം എന്നാണ്. വേദു യെസ് എന്താണ് വേദു ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ ഡ്രസ് റിവീൽ ടൈം ആണ്. ആദ്യം ഞാൻ എന്റെ തന്നെ കാണിക്കാം. നിങ്ങളുടെ ഗസ് ഒക്കെ ഒരുവിധം കറക്റ്റ് ആയിരുന്നു.
അപ്പൊ അതെ എന്റെ ഒരു പ്ലെയിൻ റെഡ് കുർത്തിയാണ്. നിങ്ങൾ മിക്കവരും ഗസ് ചെയ്തു. പക്ഷെ ഐ ആം നോട്ട് ഫീലിംഗ് സോ കംഫർട്ടബിൾ വിത്ത് ദിസ്. മെറ്റീരിയൽ ഒക്കെ കംഫർട്ടബിൾ ആണ്, പക്ഷെ കോളർ ബട്ടൺ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു. ഐ ഫീൽ ഷർട്ട്സ് ആൻഡ് ടീഷർട്ട് സ്യൂട്ട്സ് മീ. പക്ഷെ എന്തായാലും ദിവാലി അല്ലേ. സോ വൺസ് അഗൈൻ ഹാപ്പി ദിവാലി എവരിവൺ. ഇനി അടുത്തത് നമുക്ക് പ്രിയയുടെ വേദുമോന്റെ ഡ്രസ്, അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ അടുത്തതിലേക്ക് പോകും. അടുത്ത് നമുക്ക് വേദുമോന്റെ കാണിക്കാം. അപ്പൊ ഇനി അടുത്തത് വേദുവിന്റെ ഡ്രസ് റിവീലാണ്. വേദു വേദ നോക്ക് ടൈ ഒക്കെ ഇട്ടിട്ടുണ്ട്. ടൈല് ബോ ട്രഡീഷണൽ ആയിട്ട് ഇടാത്തത് വേദന ഇതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. ഇറ്റ്സ് വെരി ക്യൂട്ട് ഓൾസോ നോ. അപ്പൊ വൺസ് അഗൈൻ ഗൈസ് ഹാപ്പി ദിവാലി. പ്രിയ പക്ഷെ നിങ്ങളുടെയൊക്കെ ഗസ് കറക്റ്റ് ആയിരുന്നു, റെഡ് ആയിരുന്നു. പക്ഷെ അതിന്റെ ബാക്കിൽ വേറൊരു കഥയുണ്ട്, അത് പ്രിയ പറ പ്രിയ. അത് ഞാൻ ആദ്യം റെഡ് എടുത്തു, എന്നിട്ട് ബില്ലിംഗ് സെക്ഷനിൽ പോയപ്പോ പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇത് വേണോ? കൊള്ളാല്ലേ? കൊള്ളാം കൊള്ളാം, നൈസ്. വൈറ്റ് വേണോ? വൈറ്റ് എനിക്ക് ഇഷ്ടം, ഫേവറേറ്റ് കളറാണ്. വൈറ്റ് വേണോ റെഡ് വേണോ? അവസാനം ഞാൻ ആലോചിച്ച് വൈറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു ഓടിപ്പോയി വൈറ്റ് എടുത്തോണ്ട് വന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് റെഡ് തന്നെയായിരുന്നു. ഒരു 99% വരെ അതുകൊണ്ട് ദില്ലുവും ഒക്കെ റെഡ് എടുത്ത്. പിന്നെ അവസാനം എന്റെ മനസ്സ് മാറി, ഞാൻ വൈറ്റിലേക്ക് മാറി. പക്ഷെ ഇവര് പിന്നെ വൈറ്റ് എടുത്തില്ല. അപ്പൊ നമുക്ക് നേരെ ദിവാലി ഡിന്നറിലേക്ക് പോവാം. എന്തായാലും അടിപൊളി നമുക്ക്. അതെ ഗായ്സ്, അപ്പൊ നമ്മുടെ ട്രിപ്പ് റിവീലാണ്. നിങ്ങൾ എല്ലാരും ഗസ് ചെയ്ത സ്ഥലം ഭൂരിപക്ഷം കറക്റ്റ് ആണ്. നമ്മള് പോകുന്നത് എങ്ങോട്ടാ പ്രിയ? രാജസ്ഥാൻ. യെസ്, വി ആർ ഗോയിങ് ടു ദ റോയൽ രാജസ്ഥാൻ. നമുക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹം, എസ്പെഷ്യലി പ്രിയയുടെ രാജസ്ഥാൻ പോകണം എന്ന്. പക്ഷെ ഇതുവരെ നടന്നില്ല. സോ നൗ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അവിടെ നമ്മൾ ഒരു ലോങ് ട്രിപ്പാണ് പോകുന്നത്. വി ആർ ഗോയിങ് ടു ജയ്പൂർ, വി ആർ ഗോയിങ് ടു പുഷ്കർ, വി ആർ ഗോയിങ് ടു ജയ്സൽമേർ, ഉദയ്പൂർ, ജോധ്പൂർ. ഞങ്ങൾ നിങ്ങളെ ആ ഒരു കൂടെ കൊണ്ടുപോകാൻ പോവാണ്, നമ്മുടെ ഒരു ഫാമിലി സബ്സ്ക്രൈബർ ഫാമിലിന്റെ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ലോട്ട്സ് ഓഫ് ഫുഡ്. പിന്നെന്താ മെയിൻ സാധനം? ലോട്ട്സ് ഓഫ് ഷോപ്പിംഗ്, ലോട്ട്സ് ഓഫ് ഫുഡ്, ലോട്ട് ഓഫ് കൾച്ചർ, ലോട്ട് ഓഫ് ഹിസ്റ്ററി, ഫൺ, എന്റർടൈൻമെന്റ് എല്ലാം നിറഞ്ഞൊരു ട്രിപ്പ് ആയിരിക്കും. സോ വി ആർ റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾ എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഷുവർ, ഓബ്വിയസ്ലി. നിങ്ങളുടെയൊക്കെ ഒരു എൻകറേജ്മെന്റ് കണ്ടിട്ടാണ് നമ്മളിത് പോകുന്നത്. കാരണം ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, ഇറ്റ്സ് എ ലോങ് ട്രിപ്പ്. ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, പക്ഷേ വി ആർ ഗോയിങ് ടു എൻജോയ് ഇറ്റ്. നല്ല വെതറാണ് അവിടെ. ഫുഡിനെ കുറിച്ച് അധികം പറയണ്ടല്ലോ. ഈ സമയത്ത് ചൂടുമില്ല, ഷോപ്പിംഗ് ചെയ്യാൻ കുറെ നേരം നിന്ന് ഷോപ്പിംഗ്. അങ്ങനെ ഞാനാണെങ്കിൽ ഫുഡ് തപ്പി രാവിലെയൊക്കെ ഇറങ്ങും. അത് മാത്രല്ല, രാജസ്ഥാനിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സ്വീറ്റ് ആണെന്നാ ഞാനും കേട്ടിരിക്കും. ജിലേബി വിത്ത് റബ്ഡി എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് ഞാൻ കുറെ സ്ഥലമൊക്കെ റിസർച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും വേറൊരു അനൗൺസ്മെന്റ് ചെയ്യാം. നമുക്ക് വണ്ണം കുറയ്ക്കണ്ടേ? പിന്നെയും അതൊക്കെ ഉണ്ട്, കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറൊരു ഹാപ്പി ന്യൂസ് ഉള്ളത്, നമ്മൾ ഈ ഒരു വർഷമായിട്ട് ഇത്രയും വർക്ക് ചെയ്തതിന്റെ ഒരു റിവാർഡ് ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ട്രിപ്പിന് നമുക്കൊരു സ്പോൺസർ നമുക്കൊരു ട്രാവൽ പാർട്ട്ണറിനെ പോലെ ഒരു ബ്രാൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹു വി കണക്ട് വിത്ത്, നമുക്ക് നമ്മുടെ സെയിം എത്തിക്സും മോറൽസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഉഗ്രം ബ്രാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് വേറെ കാണും. ആൻഡ് ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യു. കാരണം അവർ നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് കുറവാണെങ്കിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ഹൈ ആണെന്നാണ് അവർ പറയുന്നത്. എസ്പെഷ്യലി നമുക്ക് വേറെ ട്രോൾസ് അല്ലെങ്കിൽ വേറെ ഒരു നെഗറ്റിവിറ്റി, റിലീജിയസ്, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആംബിയൻസ് ഇല്ലാത്ത ഒരു ചാനലാണ് നമ്മുടെ. അതുകൊണ്ടാണ് ഈ ബ്രാൻഡ് നമ്മുടെ എഗ്രി ടു കം ഓൺ ബോർഡ്. സോ താങ്ക് യു ഗൈസ് സോ മച്ച്, നോട്ട് ഓൺലി ഫോർ വാച്ചിങ് ബട്ട് ബീയിങ് ദി എക്സലന്റ് ഹ്യൂമൻ ബീങ്സ് ഹൂ യു ആർ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു അഫിലിയേഷൻ കിട്ടിയത്. സോ നമ്മൾ നേരെ രാജസ്ഥാനിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. നിങ്ങൾ റെഡി ആയിക്കോ, ഞങ്ങളുടെ കൂടെ രാജസ്ഥാൻ എല്ലാ ദിവസവും ഇരുന്ന് കാണും. ഡെയിലി വ്ളോഗ്സ്, 16-17 ദിവസം ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും. പ്രിയയുടെ വേദുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണും. ഓ, അടിപൊളിയായിരിക്കും അല്ലേ? സോ എക്സൈറ്റഡ്. നമുക്ക് നേരെ ഇപ്പൊ ദിവാലി ഡിന്നർ കഴിക്കാം. പ്രിയ, നമ്മുടെ ട്രിപ്പിലൂടെ വരുന്ന ഒരാളും കൂടെ ഉണ്ട്. അങ്ങനത്തെ കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, ഒരു ചെറുപ്പക്കാരനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറുപ്പക്കാരൻ. ഒരു യങ് ട്രാവലർ ആണ്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതൊക്കെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് നേരെ പോയി ദിവാലി സെലിബ്രേഷൻസ് തുടങ്ങാം. ഫുഡിൽ കൂടെ തന്നെ. ഫുഡില്ലാതെ എന്തൊരു ആഘോഷമാണ്.
ഗൈസ് ഞാൻ റെസ്റ്റോറൻറ്റ് വെളിയിൽ വന്നാണ് ഇതെടുക്കുന്നത്. ഇറ്റ്സ് എ മാസീവ് സ്പ്രെഡ് കേട്ടോ. ദിവാലി ആണെങ്കിലും ദേ ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ഫുഡ്. ഇറ്റ്സ് എ വെരി 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 മാസീവ് സ്പ്രെഡ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ, ഇരുട്ടാണ്, അപ്പോൾ എനിക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, അതിന് ക്ഷമിക്കുക. ദെൻ ദർ ഇസ് ലൈവ് മ്യൂസിക്. സോ പക്ഷേ ഞാൻ എന്തായാലും ഇനി ഫുൾ എല്ലാ ഐറ്റവും കാണിച്ചു തരാം. അതല്ലാതെ ഇവരുടെ ദിവാലി അറിയാലോ, ഇറ്റ്സ് എ സെലിബ്രേഷൻ വിത്ത് സ്വീറ്റ്സ്. സ്വീറ്റ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ കൗണ്ടറും ഉണ്ട് വെളിയിൽ. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസ് കാണിച്ചു തരാം. അടിപൊളിയാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം സ്റ്റാർട്ടിങ് ഗ്രിൽസ് ഉണ്ട്, ഒരുപാട് ചിക്കൻ ഉണ്ട്, വിങ്സ് ഉണ്ട്, ചിക്കൻ വിങ്സ്, ബീഫ്, പൊട്ടാറ്റോ, ഫിഷ് എല്ലാം ഫ്രഷ്ലി നമുക്ക് ഗ്രില്ല് ചെയ്ത് തരുന്നതായിരിക്കും. സോ ആദ്യമേ ഗ്രില്ല് ചെയ്ത് തന്നെ തുടങ്ങി. അത് കഴിഞ്ഞ് അടുത്തത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നല്ല രസമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. ഗ്രില്ല് നല്ല ചൂടായിരിക്കുവാണ്. അതല്ലാതെ ഇവിടുന്ന് ചൈനീസ് സെക്ഷനാണ്. സ്റ്റാർട്ട് വിത്ത് ഫ്രൈഡ് റൈസ്, ബേൺ ചില്ലി ഫ്രൈഡ് റൈസ് ആണ്. ഇത് സ്റ്റർ ഫ്രൈ വെജിറ്റബിൾസ് ആണ്. അടുത്തത് ചിക്കൻ പെപ്പർ ഡ്രൈ ആൻഡ് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ഷാങ്കായ് ബീഫ്. ദിസ് ലുക്സ് അമേസിങ്. ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതല്ലാതെ ഇവിടെ ഒരു ലൈവ് കുക്കിംഗ് ചൗമൈൻ ചെയ്യും, എക്സാക്ട്ലി ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് രീതിയിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ ചാട്സ് ഉണ്ട്, ലൈവ് ചാട്സ്, മേൽപൂരി, സേവാപൂരി, തായ്പൂരി എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കും. എല്ലാത്തിനും ഡിസ്പ്ലേ റെഡി ആക്കിയിട്ടുണ്ട്. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാട്സ്, എസ്പെഷ്യലി തായ്പൂരി. അത് കഴിഞ്ഞിട്ട് സൂപ്പ് ഉണ്ട്. സൂപ്പ് കൗസി സൂപ്പാണ്. സോ ദാറ്റ് തായ് സൂപ്പ്. പക്ഷെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യാം. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സെക്ഷനിൽ തുടങ്ങുവാണ്. ചിക്കൻ വരട്ടിയതുണ്ട്, ഉള്ളിവടയുണ്ട്, അടുത്തത് മീൻ വറ്റിച്ചതുണ്ട്, നല്ല നാടൻ കോക്കനട്ട് ബീഫ് ഫ്രൈ, അതല്ലാതെ സാമ്പാറുണ്ട്, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്. ഇത് ദാലാണ്. ഇത് നോർത്ത് ഇന്ത്യനിലേക്ക് കയറി. പിന്നെ ഇത് സബ്സി കോലാപൂരി, മിക്സഡ് വെജിറ്റബിളിൻ്റെ ഒരു കോലാപൂരി കറി. പിന്നെ അടുത്തത് പനീർ കറി ഉണ്ട്. തീർന്നിട്ടില്ല, ഇനി മുർറാറ, അത് ചിക്കൻ്റെ ആണ്, നോർത്ത് ഇന്ത്യൻ ചിക്കൻ ഡിഷാണ്. പിന്നെ ഇത് വെജിറ്റബിൾ ബിരിയാണി, ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണി, അത് അപ്പാദി മട്ടൺ ബിരിയാണി ആൻഡ് മലബാറി ബീഫ് ബിരിയാണി. ബിരിയാണി തന്നെ ഇപ്പോൾ കണ്ട 3 വെറൈറ്റി ആയി. പിന്നെ ഇത് ഒരു സ്റ്റാർട്ടർ പോലെ നമുക്ക് പനീർ ടിക്കയുണ്ട്, നീമ്പു പനീർ ടിക്ക ആൻഡ് ഇത് രാജ്മ കലൗട്ടി. ഇതാണ് ബീഫ് ചാപ്ലി. അത് ബീഫ് ചാപ്ലി ഉണ്ട്, തന്തൂരി മുറുകുണ്ട്, ലൈവായിട്ട് തന്തൂരും ചെയ്യുന്നുണ്ട്. പ്രിയ, എങ്ങനെയുണ്ട് ആംബിയൻസ്? വെരി കാം, പീസ്ഫുൾ, ഡിം ലൈറ്റിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ്. ഒരു പെർഫെക്റ്റ് ഫാമിലി ദിവാലി അല്ലേ? ഇതാണ് അത് മതി നമുക്ക്. പടക്കൊന്നും എന്തായാലും ഇറ്റ്സ് നോട്ട് അലൗഡ്. നല്ല ഫുഡ്, ദെൻ വി ആർ ഓൾ ടുഗെദർ. അത് തന്നെ വലിയ കാര്യം. വി ആർ ഹാപ്പി, വി ആർ ഹെൽത്തി അല്ലേ? അടിപൊളി. ഇനി നമുക്ക് ഫുഡേ പീസ്ഫുൾ ദിവാലി. ലൈവ് മ്യൂസിക് ഇസ് ഗുഡ്. നന്നായി സ്പേസ്ഡ് ഔട്ട് ആണ് കണ്ടത്. ദർ ഇസ് ലോട്ട് ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് ദിവാലി ഡിന്നർ. പെർഫെക്റ്റ്. മീൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇത് പ്രിയയ്ക്ക് കുറച്ച് ഇഷ്ടമാണ്. ദൈപൂരി ഇഷ്ടമല്ലേ? ദിവാലി നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം. എന്താ എടുത്താ ചിയേഴ്സ്, ഒരു ചിയേഴ്സ് കൊടുത്തേക്ക് പ്രിയ. ഇതാ നമ്മുടെ ഹാപ്പി ദിവാലിയുടെ ടോസ്റ്റ് ചിയേഴ്സ്. ഇതാണ് ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. പ്രിയ, ദിസ് ഈസ് യുവർ ഡേ. യുവർ ഫേവറേറ്റ്സ് ആർ ഇന്ത്യൻ സ്വീറ്റ്സ്. ഇവിടെ ഒരു ഇന്ത്യൻ സ്വീറ്റ്സിന്റെ ഷോപ്പ് പോലെ തുടങ്ങിയിട്ട് ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബുഫേ. യു വിൽ ബി ഷോക്ക്ഡ്. അത് ലാസ്റ്റ് കൊണ്ട് കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട്? ഒരു 15-20 ഐറ്റംസ് പ്ലസ് 2 ടൈപ്സ് ഓഫ് രസഗുള ഉണ്ട്. 2 ടൈപ്സ്. എല്ലാം ഉണ്ട്. കാജു കട്ട്ലി, മൈസൂർ എന്താ ബദാം കേക്ക്. ഓ, ഭയങ്കര കൊത്തിയായിട്ട് വരും. നമുക്ക് വേഗം ഡിന്നർ ആയിട്ട് സ്വീറ്റ്സിലേക്ക് പോവാം. കാരണം ഇതങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. സൂപ്പ് എക്സലന്റ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സൂപ്പ് കുടിച്ചിട്ടില്ല. ഇത് എന്ത് സൂപ്പാന്ന് എനിക്ക് അറിയില്ല. ദില്ലു എടുത്തോണ്ട് വന്നതാണ്. സൂപ്പ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. തായ് അല്ല, ഇറ്റ്സ് എ ബർമീസ് സൂപ്പ്. അതിൽ സീ ഫുഡ്, ചിക്കൻ, കോക്കനട്ട് മിൽക്ക്, കുറച്ച് അവരുടെ ചില്ലി സോസ്, ചില്ലി ഓയിൽ എന്ന് പറയും, ചില്ലി സോസ് അല്ല, ചില്ലി ഓയിൽ, കൊറിയാൻഡർ ആൻഡ് സം ലോഡ് ഓഫ് ലവ്. അല്ലെങ്കിൽ ഇത് ഇത്രയും ടേസ്റ്റ് വരില്ല. ഷെഫ് നമുക്ക് പേഴ്സണലി ഉണ്ടാക്കി സെർവ് ചെയ്ത് തന്നെയാണ്. ദിസ് ഇസ് സോ അമേസിങ്. ബർമീസ് ക്യൂസിൻ ഞാൻ അത്രയും ഫെമിലിയർ അല്ല, പക്ഷേ ഇത് ബർമീസ് ക്യൂസിൻ്റെ ഒരു സാമ്പിൾ ആണെങ്കിൽ ബർമയിൽ ഉടനെ തന്നെ ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മെയിൻ സെക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രിൽസിലുള്ളത് ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, ബീഫ് ഉണ്ട് ആൻഡ് പൊട്ടാറ്റോ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബുഫയുടെ ഭാഗം എന്ന് പറയുന്നത്. എന്തൊരു പ്ലേറ്റിംഗ്. ഗ്രില്ല് അടിപൊളിയാണ്, എസ്പെഷ്യലി ഗ്രിൽ ഫിഷ്. അത് പെർഫെക്റ്റ്ലി കുക്ക്ഡ്
ഒരു പെസ്റ്റോ സോസ് ഒക്കെ വെച്ചാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇത് അധികം കഴിക്കുന്നില്ല. പ്രിയയാണ് ഗ്രിൽ ഫിഷിൻ്റെ ആള്. ഞാൻ പ്രിയയ്ക്ക് കൊടുക്കാം. പ്രിയയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ അടുത്തത് ചൈനീസാണ് പറഞ്ഞത്. ചൗമൈൻ നല്ല ഫ്രഷ് ആയിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനോട് ഷാങ്കായ് ബീഫും പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ്. ചൗമൈൻ വരുന്നതിന് മുമ്പ് ഇത് തീരുന്നതായിരിക്കും. 100% ഷുവർ. ഇറ്റ്സ് ലൈക്ക് എ ഡാർക്ക് ബേൺഡ് ബീഫാണ്. ലോട്ട് ഓഫ് സോയ സോസ്, ടെൻഡർലോയിൻ മീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബൈറ്റിൽ കൂടെ അറിയാം. സോ ടേസ്റ്റി, സോ ടേസ്റ്റി. യെസ്, ചൗമൈൻ വന്നു. താങ്ക് യു. അത് ചൗമൈൻ വന്നു. ഭാഗ്യം ഷാങ്കായ് ബീഫ് തീർന്നില്ല. ചൗമൈൻ ഇസ് ടു ഗുഡ്. ബീഫ് അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് കഴിക്കാം ഒരു 3 പ്ലേറ്റ്. ഇറ്റ് ഇസ് സ്പൈസി, ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് സ്വീറ്റ്, ലോട്ട് ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ്, ലോട്ട് ഓഫ് മീറ്റ്. ഒരു ഹോൾ മീലാണിത്. എന്തൊരു ടേസ്റ്റ് ഈ സംഭവം. അപ്പോൾ എനിക്ക് പറ്റിയ ഡ്രിങ്കാണ് വന്നിരിക്കുന്നത്. മസാല കോള. നല്ല മറ്റേ ചാറ്റ് മസാലയൊക്കെ ഇട്ട കൊക്കക്കോള. നമ്മൾ പഞ്ചാബിലൊക്കെ കിട്ടുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അടിപൊളിയായിട്ട്. ഒരു ഇഡ്ഡലിയും ചാറ്റ് മസാലയും എല്ലാം കൂടെ ഇട്ട ഒരു ഭയങ്കര ഒരു ഫയർ വർക്ക്സ് ഇന്ത്യമാവും. ദിവാളിക്ക് പടക്കമില്ലെങ്കിൽ ഇതൊരെണ്ണം കുടിച്ചാൽ മതി. നമ്മുടെ വായിൽ പടക്കം കിട്ടും. അതുപോലത്തെ ഒരു ഫ്ലേവർഫുൾ സാധനമാണ്. എനിക്കിതൊരു 3 ഗ്ലാസ് മിനിമം വേണം. ഇവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭയങ്കര ഒരു സ്ട്രാറ്റജിക് എറർ സംഭവിച്ചു. നമ്മളെല്ലാം കുറച്ച് ടേസ്റ്റ് ചെയ്താണ് സാധാരണ ബുഫയ്ക്ക് പോകുന്നത്. ഇവിടെ ഇത്രയും സ്പ്രെഡ് ഉണ്ടെങ്കിലും കഴിച്ച സാധനത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാം ഓരോരോ പോർഷൻ ഫുള്ളായിട്ടാണ് ഞാൻ കഴിച്ചു പോയത്. സോ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും നടക്കില്ല. ഈവൺ ആ കോക്കനട്ട് ബീഫ് ഫ്രൈ എൻ്റെ ഫേവറേറ്റ് സാധനം പോലും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഇടയ്ക്ക് എൻ്റെ നമ്മുടെ മട്ടൻ ബിരിയാണി ഒന്നും കൂടെ കണ്ടു. ഈ മട്ടൻ ബിരിയാണി സോ ഗുഡ്. സോ അതൊരെണ്ണം കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് മിക്കവാറും ഇതോടെ ഞാൻ കഴിക്കും. പിന്നെ നിർത്തിയിട്ട് അടുത്തത് ഡിസേർട്ട് കൗണ്ടറിലേക്ക് പോകും. അവിടെ പ്രിയയുടെ ഒരു പ്രഹസനമായിരിക്കും. മീൽസ് അവസാനിപ്പിക്കാനായി ഞാൻ ഒരു ഗ്രില്ല് മിസ്സായി പോയി. അപ്പോൾ അത് എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ബാർബക്യൂ ചിക്കൻ വിങ്സ് ആണ്. അതിൻ്റെ കൂടെ ഒരു ടോൾ ഗ്ലാസ് ഓഫ് മസാല കോള. പെർഫെക്റ്റ്. ഇത് നമ്മുടെ പാലറ്റൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യും. അതിന് നേരെ ഡെസേർട്ട് കൗണ്ടറിലേക്ക് പോവാം. പ്രിയയ്ക്ക് പിന്നെയും കൊതിയായിട്ട് ഒരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗ്രിൽ ഫിഷ്. ഗൈസ്, ഡിന്നർ അടിപൊളിയായിരുന്നു. അപ്പോൾ പ്രിയ അവിടെ പോയി മറ്റേ ഞാൻ കാണിച്ച ഗ്രിൽ ഫിഷ് തീർക്കുവാണ്. കാരണം നമുക്ക് ഒരുമിച്ചിരുന്ന് എപ്പോഴും കഴിക്കാനൊന്നും പറ്റാറില്ല. വേദു റെസ്ലെസ് ആകുമ്പോൾ ഇതുപോലെ വേദുവിൻ്റെ കൂടെ ഓടണം. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, എനിക്കൊരു തോന്നിയ അൺകംഫർട്ടബിലിറ്റി, AC ഇല്ല ഔട്ട്ഡോറിൽ. അപ്പോൾ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ചൂടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ഫുഡ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ അവർ AC, ഇവിടുത്തെ നോർമൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല കൊറോണയ്ക്ക് ശേഷം. ഔട്ട്ഡോറാണ് ഇപ്പം സീറ്റിംഗ് ഏരിയ. സോ അതിൻ്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കുമ്പോൾ സ്വെറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ ആവും. അത് ഇൻഡോറും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കഴിക്കായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിസേർട്ട് പാകിയിരുന്നു അവരകത്ത കൗണ്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സുഖമായിട്ടിരുന്ന് ഒരു മണിക്കൂർ ഇരുന്ന് ഞങ്ങൾ ഡിസേർട്ട് കഴിച്ചിട്ടേ പോവുള്ളൂ. വേദുവിൻ്റെ ഡ്രസ്സിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വേദു, വെരി നൈസ് ഡ്രസ് വേദു. ഐ റിയലി ലൈക്ക് ദറ്റ്. ഡെസേർട്ട് കൗണ്ടറാണ് പ്രിയ, യുവർ പ്ലേസ്. എന്തൊക്കെയുണ്ട് ഞാൻ വായിക്കാം കേട്ടോ. ഓക്കെ, ഡ്രൈ ഫ്രൂട്ട് ബർഫി, മിൽക്ക് കേക്ക്, ബദാം ഗുൽക്കൻ, കാജു പിസ്ത റോൾ, ഡ്രൈ ഫ്രൂട്ട് ഹൽവ, കാജു കത്ലി, ഗീ മൈസൂർ പാക്ക്, ചോക്ലേറ്റ് ഗീ മൈസൂർ പാക്ക്, മോത്തിച്ചൂർ ലഡ്ഡു, ബാൽസായി, ബേസൻ കി ലഡ്ഡു, ഷായി തുക്കട, മലായ് സാൻഡ്വിച്ച്, കാജു കി കത്രി ആൻഡ് രസഗുല്ല. ഇതാണ് ഇവിടുത്തെ ഡെസേർട്ട് കൗണ്ടർ. ഞാനൊരു ചലഞ്ച് ചെയ്യാൻ പോവാം. എല്ലാത്തിൻ്റെ ഒരെണ്ണം ഓർഡർ ചെയ്യാൻ പോവാം. നമുക്ക് 2 കൂടെ തീർക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് 2 കൂടെ നോക്കാം. ഓക്കെ ഗൈസ്, പ്രിയ സ്റ്റണ്ടായി വന്ന് നിൽക്കുന്നുണ്ട്. എന്തുണ്ട്, ഞാൻ ലിസ്റ്റ് വായിച്ചിട്ട് പ്രിയ ഏതിന് തുടങ്ങും? എനിക്ക് ഒരു ഐഡിയ ഇല്ല. എല്ലാം എൻ്റെ ഫേവറേറ്റാ. ആൻഡ് എവറിത്തിങ് ലുക്സ് ഹാൻഡ് മെയ്ഡ്. നോ, ഓരോന്നും ഹാൻഡ് മെയ്ഡ് അല്ല, ഓരോന്നും ഒരു ബുഫേയുടെ ഡെസേർട്ട് പോലെ അല്ല അല്ലേ? ഇറ്റ്സ് ലൈക്ക് പ്രോപ്പർ ഒരു ഡൽഹി അല്ലെങ്കിൽ ജയ്പൂരിലൊക്കെ ഒരു സ്വീറ്റ് സ്റ്റോർ പോലെ. സൂപ്പർ. സോ നമുക്ക് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ ഓർഡർ എടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ ഡിസേർട്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ഏകദേശം ഹോൾ ഓഫ് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ ഡിസേർട്ട്സ് ഉണ്ട്. കാരണം ഇത് വെസ്റ്റ് ബംഗാളാണ്, റസ്മലായ്, ഷായ് തുക്കട, കാശ്മീർ. അതുപോലെ തന്നെ അതെ വേദുവിന് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വേണം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹോൾ ടൂർ ഓഫ് നോർത്ത് ഇന്ത്യ ജസ്റ്റ് ത്രൂ മെറീഡിയനിലെ ഡിസേർട്ട് ബുഫേ കൂടെ, മെറീഡിയനിലെ ദിവാളി ബുഫേ കൂടെ. ഗൈസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിവ്യൂ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത് എല്ലാം തീർക്കാൻ നോക്കും, അത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഇതിൽ നിന്ന് തുടങ്ങിക്കോ. എന്താന്ന് പേരൊന്നും ചോദിക്കരുത്, ഒരു ഐഡിയ ഇല്ല ഒന്നിൻ്റെ. അധികം മധുരമില്ല കേട്ടോ. ആണോ? ടേസ്റ്റാ വെരി നൈസ്. കാജുവിന്റെ എന്തെങ്കിലും ആയിരിക്കും. കാഷ്യൂ പിസ്ത റോളാന്ന് തോന്നുന്നു. ദില്ലു, ഇതൊന്ന് കഴിച്ചു നോക്ക് ദില്ലു. എന്താ
ഇത് മൈസൂർ പാക്ക് പോലെ ഉണ്ട്, പക്ഷെ അത് വായിലിട്ട കടിക്കാൻ പറ്റില്ല, അലിഞ്ഞോ, കടിക്കാൻ പറ്റൂല. തീർക്കല്ലേട്ടാ, തീർത്തു. എല്ലാത്തിന്റെ ഓർമ്മ എടുത്തുള്ളൂ പ്രിയ. ഇത് ബാദുഷാ എന്ന് പറഞ്ഞ സ്വീറ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറെ എന്തെങ്കിലും ഇവരുടെ ഒരു ഇൻവെൻഷൻ ആയിരിക്കും. പക്ഷെ ബേസിക്കലി ബാദുഷയാണ്. എൻ്റെ അപ്പയുടെ ഫേവറേറ്റ് സ്വീറ്റ് ആയിരുന്നു. നിങ്ങൾക്കും ബാദുഷ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ദില്ലു, മൈ ഫേവറേറ്റ് രസഗുല്ല. കളർ ഷീൻ തന്നെ നോക്ക്. എൻ്റെ ഡ്രസ്സിന് മാച്ചിങ്ങാ. കഴിക്കട്ടെ? നമ്മൾ ലാസ്റ്റ് ഫേസിലാണ് ഇതൊക്കെ കഴിഞ്ഞു. ഇത് പൊടിഞ്ഞു പോയതുകൊണ്ട് അലുവ മാത്രം നമുക്ക് വലുതായി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തോറ്റു. ദിവാലിയുടെ അവസാനം എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫെക്റ്റ് എൻഡിങ് അല്ലേ? കിടക്കുന്നേ ഉള്ളു ഇനി രാജസ്ഥാനില്. പ്രിയ പ്രിയ നടക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, വയറ് നിറഞ്ഞു. മാത്രമല്ല നാളെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട് ബ്രഞ്ച് കഴിക്കാൻ. അത് ഉണ്ട്, അതൊക്കെ അറിയാം. അപ്പൊ നേരത്തെ എഴുന്നേക്കണം കേട്ടോ, ഒരുപാട് ലേറ്റ് ആവരുത്. അത് അടുത്ത വ്ളോഗിൽ അറിയാൻ പറ്റും. കാരണം ഇവിടുത്തെ ബ്രഞ്ച് അടിപൊളിയാ, പുതിയ രീതിയിലുള്ള ബ്രഞ്ച്. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം എനിക്ക് അന്തോമേരിയ എന്ന പേര് ഓർമ്മ വരുന്നത്. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ബാത്റൂം സ്റ്റാൻഡിങ് കേട്ടോ. അപ്പൊ ജക്കൂസി ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചു നേരം ഇതിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ വൺസ് അഗൈൻ ഹോപ്പ് യു ഗൈസ് ഹാഡ് എ ഗ്രേറ്റ് ദിവാലി. നാളെ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു സൺഡേ ബ്രഞ്ച് ഉണ്ട്, അത് അടുത്ത വ്ളോഗിൽ കാണും. അപ്പോൾ നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള റെസ്പോൺസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഓൾവേസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.